ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ബിരിയാണിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 3 പച്ചമുളക്, 6 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് ഉപ്പും കൂടിയും വെള്ളം ചേർത്തിട്ട് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് ഈ പേസ്റ്റും കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഇനി അതിലോട്ട് നമ്മൾ നന്നായി തിളച്ച് വന്നാൽ 1 കിലോ ചെമ്മീനാണ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. അതും കൂടി ആഡ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചോറുണ്ടാക്കിയെടുക്കാം. ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് ഇത് മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണേ. ഒരു പാത്രം എടുത്ത് അതിൽ നിറയെ വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലോട്ട് 3 ഗ്രാമ്പു, 2 ഏലക്കായ, കുറച്ച് പട്ട, കുറച്ച് ഉപ്പും കൂടി ചേർത്ത് അതവിടെ തിളപ്പിക്കാൻ വെക്കുക. ഇതിങ്ങനെ വറ്റി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഗീയും കൂടിയും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി മാറ്റി വെക്കുക. ഇപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ടത്. ഇനി നമ്മൾ ഈ തിളച്ച് വന്ന വെള്ളത്തിലോട്ട് 1 ടേബിൾ സ്പൂൺ ഗീയും 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഇനി ഈ സ്പൈസസ് ഒക്കെ എടുത്ത് മാറ്റുക. ഇനി ഇതിലോട്ട് നമ്മൾ ബസ്മതി റൈസ് 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ട് വാറ്റിയത് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ചോറ് ഒരു 75% വെന്ത് കഴിഞ്ഞാൽ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി എടുത്തിട്ട് അത് മാറ്റി വെക്കുക. ഇനി നമ്മൾ ഒരു 20 ചുവന്നുള്ളിയും 2 പച്ചമുളകും ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ക്രഷ് ചെയ്തിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഒരു 3 വലിയ സവാളയും കൂടിയും ചെറുതാക്കി അരിഞ്ഞത് ആഡ് ചെയ്യുക. അതും കൂടി നന്നായി വഴറ്റുക. ഉപ്പും കൂടി ചേർക്കണേ. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് ടൊമാറ്റോ ആണ്. അതായത് ഒരു മീഡിയം സൈസ് തക്കാളി, ഒരു തക്കാളിയുടെ പകുതിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റുക. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ആഡ് ചെയ്യണം. ഇതെല്ലാം കൂടിയിട്ട് ഒരു ബ്രൗൺ നിറാവുന്നവരെ വഴറ്റുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലോട്ട് എരിവുള്ള മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ ആ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് 2 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് റോസ്റ്റ് പരുവത്തിലാക്കിയിട്ട് വറ്റിച്ചെടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് കുറച്ച് സവാള വറുത്തത്, അതും കൂടി ആഡ് ചെയ്ത് ഈ ഒരു പരുവാകുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മളിത് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ദം ചെയ്യണേക്കാട്ടി മുന്നേ നമ്മളിതിൽ ഈ റോസ്റ്റിൽ ലെമൺ ജ്യൂസ് ഒഴിക്കണേ കുറച്ച്. ഇതുപോലെ ഈ ഒരു പരുവാകുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ദം ചെയ്യാൻ വേണ്ടി ഒരു പാത്രം എടുത്ത് അതിലോട്ട് കുറച്ച് ഗീ ഒഴിച്ചതിന് ശേഷം ഈ ചെമ്മീൻ്റെ റോസ്റ്റ് അതിലിട്ടിട്ട് അതിൻ്റെ മേലെ നമ്മൾ ചോറും കൂടി ആഡ് ചെയ്യാം. ചോറിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് പൈനാപ്പിൾ എസൻസും കൂടിയും വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതും കൂടി ആഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗീയും കൂടി ആഡ് ചെയ്യുക. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ആ പാൻ ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ലോയിലോട്ട് മാറ്റിയിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ദം ചെയ്യുക. അതിനുശേഷം ഓഫ് ചെയ്തിട്ട് നമുക്ക് തുറക്കാം. അപ്പോൾ നമ്മൾ ചെമ്മീൻ ബിരിയാണി റെഡിയായി.